ലോകരാജ്യങ്ങളിൽ കൊടുങ്കാറ്റായി പടരുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കത്തിന്റെ അലയൊലികൾ. ട്രംപിനെ നിശിതമായി വിമർശിച്ചും കുറ്റപ്പെടുത്തിയും വിവിധ രാജ്യങ്ങളാണ് മുന്നോട്ട് വരുന്നത്. ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങൾ മുന്നോട്ട് വരുമ്പോഴും താൻ പിന്നോട്ടില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. വിവിധ രാജ്യങ്ങൾക്ക് പകരച്ചുങ്കം ചുമത്തിയ തീരുമാനത്തിൽ ചില കാര്യങ്ങൾ ശരിയാക്കാൻ ചില മരുന്നുകൾ കഴിക്കേണ്ടി വരും എന്നതാണ് അദ്ദേഹത്തിന്റെ ഉപദേശം. ഉയർന്ന താരിഫ് ചുമത്തിയതിന് പിന്നാലെ ആഗോള വിപണികളിൽ ഇടിവ് വന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മാത്രമല്ല, ബൈഡനെ കണക്കിന് വിമർശിക്കുകയും ചെയ്ത ട്രംപ് വ്യാപാര പങ്കാളികൾ യുഎസിനോട് മോശമായി പെരുമാറാൻ കാരണം ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണെന്നും കുറ്റപ്പെടുത്തി. വിപണികൾക്ക് എന്ത് സംഭവിക്കും എന്ന് തനിക്ക് പറയാൻ കഴിയില്ല, പക്ഷെ നമ്മുടെ രാജ്യം വളരെ ശക്തമാണ് എന്നാണ് ട്രംപ് ആവർത്തിക്കുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന സാമ്പത്തിക ഉപദേശകനായ പീറ്റർ വോരെ പരസ്യമായി വിമർശിച്ച് ശതകോടീശ്വരൻ ഇലോൺ മസ്കും രംഗത്തെത്തി. ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന പകരച്ചുങ്കം മസ്കിന്റെ സമ്പാദ്യത്തിന് വലിയ നഷ്ടം വരുത്തിയ പശ്ചാത്തലത്തിലാണ് വിമർശനം എന്നതാണ് റിപ്പോർട്ടുകൾ. നവാറോയ്ക്ക് ഹാർവാർഡിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD ഉണ്ടെന്ന് പരാമർശിച്ച ഒരു പോസ്റ്റിനാണ് മസ്ക് വിമർശനാത്മക രീതിയിൽ മറുപടി നൽകിയത്. ഹാർവാർഡിൽ നിന്ന് ഇക്കണോമിക്സിൽ PhD ഒരു മോശം കാര്യമാണ്, നല്ല കാര്യമല്ല. ഫലങ്ങൾ എത്തുന്നത് ഈഗോ നിറഞ്ഞ തലച്ചോറിൽ നിന്നാണ്. നവാറോ ശരിയാണെന്ന് പറഞ്ഞ ഒരാളെ മസ്ക് വിമർശിക്കുകയും ചെയ്തു. നവാറോ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല എന്നും മസ്ക് കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് മസ്കിന്റെ വിമർശനം. കൂടാതെ 50-ലധികം രാജ്യങ്ങൾ വ്യാപാര ചർച്ചകൾ ആരംഭിക്കാൻ വൈറ്റ് ഹൌസിനെ സമീപിച്ചിട്ടുണ്ടെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉന്നത സാമ്പത്തിക ഉപദേഷ്ടാവ് വ്യക്തമാക്കി. ആഗോളതലത്തിൽ വലിയ പ്രക്ഷോഭത്തിന് കാരണമായ പുതിയ താരിഫുകളെ യുഎസ് ഉദ്യോഗസ്ഥർ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പലിശ നിരക്ക് കുറയ്ക്കാൻ യുഎസ് ഫെഡറൽ റിസർവിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ട്രംപിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ് താരിഫുകൾ എന്നത് ABC ന്യൂസിന്റെ ദിസ് വീക്ക് എന്ന പരിപാടിയിൽ നൽകിയ അഭിമുഖത്തിൽ യുഎസ് നാഷണൽ എക്കണോമിക് കൗൺസിൽ ഡയറക്ടർ കെവിൻ ഹാസറ്റ് നിഷേധിച്ചിരുന്നു. കേന്ദ്ര ബാങ്കിന്റെ മേൽ രാഷ്ട്രീയപരമായ സമ്മർദ്ദം ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ച ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച ഒരു വീഡിയോയിൽ കുറഞ്ഞ പലിശ നിരക്ക് നിർബന്ധിതമാക്കാൻ ലക്ഷ്യമിട്ടുള്ള അദ്ദേഹത്തിന്റെ താരിഫുകൾ മനഃപൂർവ്വം ഓഹരി വിപണിയെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് സൂചിപ്പിച്ചിരുന്നു. NBC ന്യൂസിന്റെ മീറ്റ് ദ പ്രസ് എന്ന മറ്റൊരു അഭിമുഖത്തിൽ യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഓഹരി വിപണിയിലെ ഇടിവിനെ ലഘൂകരിക്കുകയും താരിഫുകളെ അടിസ്ഥാനമാക്കി ഒരു സാമ്പത്തിക മാന്ദ്യം പ്രതീക്ഷിക്കുന്നില്ല എന്നും പറഞ്ഞിരുന്നു. അതിനിടെ ട്രംപിനോട് പൊരുതി തോറ്റ മുൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെ പൊതുവേദികളിൽ അധികം കാണാതായതോടെ പല അഭ്യൂഹങ്ങളും പരന്നിരുന്നു. പൊതുജീവിതത്തിൽ നിന്ന് താൻ മാറി നിൽക്കുകയാണെന്ന് പലരും പറഞ്ഞു രംഗത്തെത്തി. എന്നാൽ പൊതുജീവിതത്തിൽ നിന്നും താൻ പിന്മാറുന്നില്ല എന്ന സൂചനയുമായി കമലാ ഹാരിസും രംഗത്തെത്തി. ഏപ്രിൽ 4 കാലിഫോർണിയയിൽ നടന്ന ലിവിംഗ് വുമൻ ഡിഫൻസ് ഉച്ചകോടിയിലാണ് കമലാ ഹാരിസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഞാൻ എവിടേക്കും പോകുന്നില്ല എന്ന അവരുടെ വാക്കുകളിലൂടെ പൊതു രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും എങ്ങോട്ടും പോകില്ലെന്ന് വ്യക്തമായ സൂചനയാണ് നൽകിയത്. ട്രംപ് ഭരണത്തിന്റെ അസ്വസ്ഥതയും അവർ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ വളരെയധികം ഭയമുണ്ടെന്നും സംഭവിക്കുമെന്നറിയാമായിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ട്രംപ് എല്ലാ രാജ്യങ്ങൾക്കും മേൽ പ്രതികാര തീരുവ ചുമത്തിയതിന് പിന്നാലെയാണ് കമലയുടെ വാക്കുകൾ എത്തിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.